ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള നമ്മളുടെ ഏത്തപ്പഴം ഇല്ലേ, ഏത്തപ്പഴം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏത്തപ്പഴം ഉണ്ടായിരുന്നു, അതാ ഞാൻ കുറച്ച് നെയ്ക്കകത്തിട്ടൊന്ന് വാട്ടിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഏത്തപ്പഴം മാത്രം വെച്ചിട്ടല്ല, നിങ്ങളുടെ കയ്യിലുള്ളത് എത്രയാണെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് പിന്നെ കുറച്ച് കിസ്മിസും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഒരു 2 കപ്പ് പാലെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ അംഗസംഖ്യകളുടെ അനുസരിച്ച് നിങ്ങൾ കൂട്ടിയെടുത്തോളൂ ക്വാണ്ടിറ്റി കേട്ടോ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മളുടെ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് പാലിന് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് നമ്മളൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഒന്ന് നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഈ ഒരു പരം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ബദാം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ കോൺഫ്ലവറൊക്കെ നമ്മളൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ, ഒരുപാട് അങ്ങ് തിക്കാകാൻ പാടില്ല. ഈ ഒരു രീതിയിൽ വേണം ഇരിക്കാൻ. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഇല്ല എങ്കിൽ നിങ്ങൾ ഏലക്ക പൊടിച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ. വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഈ ജാറിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ജാറ് വെച്ച് തന്നെ ഇതാ നമ്മളതൊരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ബ്രെഡ് കേട്ടോ, ബ്രെഡാണ് നമ്മളിതിലെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ 2-3 ലെയർ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അപ്പോൾ 2-3 ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കാം, നമ്മൾ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ ലാസ്റ്റിൽ ഞാനത് വെച്ച് കൊടുക്കുകയാണ്. ആദ്യം അത് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഏത്തപ്പഴത്തിൻ്റെ കൂട്ടില്ലേ, അതങ്ങോട്ട് മുകളിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. എൻ്റെ കയ്യിൽ സംഭവം ഉണ്ടായിരുന്നില്ല, ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടിട്ടാണ് അത്രയും ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ബദാമും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇല്ലേ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. തണുത്തതിന് ശേഷം വേണേ ഗ്ലാസിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇതിൽ ചെറിയ ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മുകളിലേക്കൊന്ന് നിരപ്പിൽ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നമ്മളുടെ ബ്രെഡ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇത് റിപ്പീറ്റ് ചെയ്യുക, ഈ ഒരു പ്രോസസ്സ്. അതായത് ബ്രെഡിൻ്റെ ആ ഒരു വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളുടെ ഏത്തപ്പഴത്തിൻ്റെ ആ ഒരു കൂട്ട് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഏത്തപ്പഴത്തിൻ്റെ അകത്തൊക്കെ തേങ്ങയൊന്നും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. തേങ്ങയൊന്നും ഇടരുത്. ഏത്തപ്പഴം കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ കൂട്ടിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ എന്താ പറയുക, കുറച്ച് ബദാം ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ബദാം ഇല്ലെന്നുണ്ടെങ്കിൽ കാഷ്യൂ ആയാലും മതി, കാഷ്യൂനട്ട് ആയാലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീണ്ടും നമ്മളുടെ കോൺഫ്ലവറിൻ്റെ കൂട്ട് അങ്ങോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും ആ ബ്രെഡിൻ്റെ കട്ട് ചെയ്ത പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലെയറായിട്ട് അത് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ജാറിലുള്ളത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗത്ത് ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഏത്തപ്പഴം അല്ല വെച്ച് കൊടുത്ത് കുറച്ച് വെറൈറ്റി ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് കോൺഫ്ലവറിൻ്റെ കൂട്ട് ഒഴിച്ചതിന് ശേഷം ഞാൻ മുകളിലേക്ക് നമ്മളുടെ കുറച്ച് ബോൺവിറ്റ ഇല്ലേ, കയ്യിലുണ്ടായിരുന്നത് കൊണ്ടിട്ട് ഒഴിച്ചു കൊടുത്താൽ, ഇനിയിപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ബോൺവിറ്റ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ സംഭവം. ഒന്ന് വെതറി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഇതൊന്ന് ഫ്രീസറിലൊന്നും വെക്കണേ. പെട്ടെന്ന് നിങ്ങൾക്ക് സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഫ്രീസറിലേക്ക് വെക്കുക 1 മണിക്കൂറത്തേക്ക്. ഒരുപാട് അങ്ങ് കട്ടിയാകാൻ നോക്കരുത്. അല്ലെങ്കിൽ സാവധാനത്തിലെടുത്താൽ മതിയെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി കേട്ടോ. ഒരു 1-2 മണിക്കൂർ കൊണ്ട് തന്നെ സംഭവം സെറ്റായി കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ, അതായത് വേറൊരു ട്രേയിൽ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ബോൺവിറ്റ ഒന്ന് വെറൈറ്റി ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും സംഭവം ടേസ്റ്റി ആയിരുന്നു, വളരെ നല്ല ടേസ്റ്റി. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്കിപ്പോൾ ഒരു മധുരമൊക്കെ കഴിക്കണം തോന്നുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയെടുത്താൽ മതി. കേക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ തന്നെ നമുക്കതൊക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രഷ് ചെയ്ത ബദാമും കൂടി ഞാനൊന്ന് വെതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റാക്കാനായിട്ട് വെക്കാം. അടുത്ത ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ, വേറൊരു ട്രേയിലാണ്. അപ്പോൾ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ബ്രെഡ് കട്ട് ചെയ്ത് മാറ്റി വെച്ചോണം കേട്ടോ. എത്ര ലെയറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ബ്രെഡ് കട്ട് ചെയ്ത് നമ്മൾ ആ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതേ രീതിയിൽ തന്നെ നമ്മളുടെ ഏത്തപ്പഴത്തിൻ്റെ കൂട്ട് മുകളിലേക്കൊന്ന്
ഇട്ട് കൊടുക്കുക. വീണ്ടും അടുത്ത ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഏത്തപ്പഴം തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഇതൊരു നല്ല ടേസ്റ്റ്, അതായത് ഏത്തപ്പഴം നമ്മൾ ആ നെയ്ക്കകത്തൊന്ന് വാട്ടി വന്നിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇങ്ങനെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കുമ്പോൾ, പിന്നെ ഇടയ്ക്ക് മുന്തിരിങ്ങയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇതല്ല വരുന്നത്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പറ്റുമോ. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഈ പറഞ്ഞ പോലെ ബദാമിന് പകരം നിങ്ങൾക്ക് കാഷ്നട്ട് ചേർത്താലും മതി. ഇപ്പോൾ കാഷ്നട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സംഭവം നമ്മുടെ ഏത്തപ്പഴം മാത്രം വെച്ച് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ലെയറും കൂടി ഞാൻ അതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണേ. ബ്രെഡാണ് നമുക്ക് വേണ്ടത് കേട്ടോ. വീണ്ടും നമ്മുടെ കോൺഫ്ലോറിൻ്റെ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളത്, 2 ലെയറിനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താ പറയുക, ഇപ്പം ഐസ്ക്രീമൊക്കെ കഴിക്കണമെന്നൊക്കെ പറയുമ്പോഴും എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ സമയത്ത്, നമുക്കും തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊക്കെ എന്തെങ്കിലുമൊക്കെ സെർവ് ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല ചൂടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കഴിച്ചോളൂ. ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഒരു നല്ല ഒരു നമുക്കൊരു ഫ്രഷ്നെസ്സൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. അപ്പം നല്ലൊരു ഡിഷാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഏത്തപ്പഴത്തിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, അത് വെതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാട്ടിലൊക്കെ ആകുമ്പോൾ ഒരുപാട് കിട്ടും. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, അന്ന് ഞാൻ പഴംപൊരിയും ഉണ്ടാക്കി, അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ഒരെണ്ണം എടുത്തിട്ടാണ് ഞാൻ ഈ സംഭവം ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ഗോതമ്പിൻ്റെ കുഴക്കട്ട ഉണ്ടാക്കിയപ്പോഴും ഇത് തന്നെയാണ് നമ്മൾ ചേർത്തിരുന്നത്. അപ്പോൾ 1 കിലോ ഏത്തപ്പഴം വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സംഭവമായി, പഴംപൊരിയായി, കുഴക്കട്ടയായി, ഇപ്പോൾ ഇതാ പുഡിങ്ങും ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതൊന്ന് തണുപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. തണുത്ത് വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാ തണുത്ത് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഞാൻ തുറന്ന് കാണിച്ചിട്ട് കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ പീസാക്കി എടുക്കുക. എല്ലാവരും വിചാരിക്കുന്നത് കിണ്ണനപ്പം അത് വിചാരിക്കും, അല്ല കിണ്ണത്തപ്പം അല്ല, പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. വായിലോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ അലുത്ത് പോവുക, ആ ഒരു രീതിയിലിരിക്കുകയാണ്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയേ വേണ്ട കേട്ടോ, നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.